ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. കേരള തീരത്ത് തീപിടിച്ച കപ്പലിൽ നിന്ന് കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുന്നു. തെരച്ചിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ കപ്പലിലെ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നു. രക്ഷപ്പെടുത്തിയ നാവികരെ മംഗളൂരുവിലെത്തിച്ചു. ആശുപത്രിയിലുള്ള 2 പേരുടെ നില ഗുരുതരം. കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസുകാർക്കൊപ്പം കേക്ക് മുറിച്ച് ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷം. ആഘോഷിച്ചത് ഇൻസ്പെക്ടർ KP അഭിലാഷിന്റെ പിറന്നാൾ. അഭിലാഷിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഇൻസ്പെക്ടർക്കെതിരെ നടപടിക്ക് സാധ്യത. സംസ്ഥാനത്ത് മഴ കനക്കും. 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. വ്യാഴാഴ്ച 4 വെള്ളിയാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളോട് വിശദീകരിച്ച സർവകക്ഷി സംഘവുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇന്ന്. കൂടിക്കാഴ്ച വൈകിട്ട് 7 മണിക്ക് ഡൽഹിയിൽ. സന്ദർശനത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിയും. CPM പ്രതിനിധി സംഘം ഇന്ന് കശ്മീരിലേക്ക്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. 52 ദിവസം നീളുന്ന നിരോധനം ജൂലൈ 31 വരെ. യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോകാൻ വിലക്ക്. തുടർച്ചയായ കപ്പൽ അപകടങ്ങളിലും ട്രോളിംഗ് നിരോധനത്തിലും പ്രതിസന്ധിയായി മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിന്റെ പുറംകടലിൽ തീപിടിച്ച ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലാണ് ശ്രമം. കാണാതായ 4 കപ്പൽ ജീവനക്കാർക്കായും തിരച്ചിൽ തുടരുകയാണ്. അതോടൊപ്പം അപകടത്തിൽ പരിക്കേറ്റ കപ്പലിലെ ജീവനക്കാരെ മംഗളൂരുവിലെ MG ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, അപകടത്തിൽ പരിക്കേറ്റ കപ്പലിലെ 18 ജീവനക്കാരെ, ക്യാപ്റ്റനടക്കം 18 ജീവനക്കാരെ രക്ഷിച്ചു, കരക്കെത്തിച്ചു. അതിലിപ്പോൾ ജീവനക്കാരെ മംഗളൂരുവിലെ MG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഡോക്ടർമാർ എന്താണ് പറയുന്നത്? വൃന്ദ, അല്പസമയം മുമ്പാണ് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ പ്രതികരിച്ചത്. അയാൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. 2 പേരാണ് ഇപ്പോൾ നിലവിൽ ICUയിൽ തുടരുന്നത്. ഇതിൽ ചൈനീസ് പൗരന് 40% പൊള്ളലേറ്റുണ്ട്. ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലാണ് ഏറ്റിട്ടുള്ളത്. ഇരുവരും മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, വെള്ളം കുടിച്ചുവെന്നും സംസാരിച്ചുവെന്നും ഡോക്ർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 72 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ നിരീക്ഷണത്തിൽ വെച്ചെങ്കിൽ മാത്രമേ ഇവരുടെ ആരോഗ്യം സംബന്ധിച്ചൊരു കൃത്യമായൊരു വിലയിരുത്തലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ അതിതീവ്ര ഘട്ടം പിന്നിട്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കില്ല എന്നും ഡോക്ടർ പറയുകയുണ്ടായി. എന്തായാലും ഈ സംസാരിച്ചു, മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, ഡോക്ടർ ഈ രോഗികളോട് സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, അതായത് ഈ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയതിൽ രാസപദാർത്ഥങ്ങളുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയതായി ഡോക്ടർ പറയുകയുണ്ടായി. മാത്രമല്ല, ഈ 4 ജീവനക്കാർ കടലിലേക്ക് ചാടിയിരുന്നിട്ടില്ല എന്നുള്ള കാര്യവും ഡോക്ടർ ചോദിച്ചറിയുകയുണ്ടായി. എന്തായാലും ഒരാഴ്ച വരെ സമയമെടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ ജീവൻ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യം സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, വെള്ളം കുടിച്ചു, സംസാരിച്ചു എന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലും ചൈനീസ് പൗരന് 40%-ലേറെയും പൊള്ളലേറ്റിട്ടുണ്ട്. പ്രധാനമായും ഈ ശ്വാസനാളത്തിനും ശ്വാസകോശത്തിനും അതുപോലെ തന്നെ മുഖത്തും കൈകാലുകൾക്കും നെഞ്ചിന്റെ ഭാഗത്തുമാണ് പ്രധാനമായും പൊള്ളലേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു വ്യക്തത നൽകാൻ സാധിക്കില്ല എന്നും ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതുപോലെ തന്നെ
ഈ ബാക്കി 4 പേർ, അതായത് ഇന്നലെ AJ ആശുപത്രിയിൽ 6 പേരെയാണ് ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നത്. ഇതിൽ 2 പേർ മാത്രമായിരുന്നു ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നത്. ബാക്കി 2 പേർക്ക് കൈകാലുകൾക്കും മറ്റും ചെറിയ പൊള്ളലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളെ ഇപ്പോഴും നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ്. ബാക്കി 3 ആളുകളെ ഇത്തരത്തിൽ വാർഡിലേക്ക് മാറ്റി അവർക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് വിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർ ചികിത്സകൾ സംബന്ധിച്ചും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒബ്സർവേഷനിൽ വെച്ചിട്ടുണ്ട്. സ്ഥിതിഗതികളെല്ലാം പരിശോധിക്കുകയാണ്. ഇവരുടെ ശരീരത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഗണനയാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നതെന്നാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ കഴിയുന്ന 12ഓളം പേര് AJ ഗ്രാൻഡ് ഹോട്ടലിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവരെ ഇങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ എമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ മാത്രമാണ് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ളത്. ഇത് ചികിത്സയുടെ ഭാഗം കഴിയുന്ന മുറയ്ക്ക് ഇത് പൂർത്തിയാക്കുമെന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ക്യാപ്റ്റൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജീവനക്കാർ, ഈ 12ഓളം ജീവനക്കാർ ഇപ്പോൾ മംഗലാപുരത്തെ AJ ഗ്രാൻഡ് ഹോട്ടലിൽ ഇപ്പോൾ തങ്ങുകയാണ്. ബാക്കിയുള്ള 6ഓളം പേർ AJ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. ഒരാൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്, കാഷ്വാലിറ്റിയിലാണുള്ളത്. ബാക്കി 3ഓളം പേർ ഇപ്പോൾ വാർഡിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നതിൽ ഒരാൾക്ക് 40%, മറ്റൊരാൾക്ക് 30% പൊള്ളലേറ്റിട്ടുള്ളത്. ശ്വാസകോശത്തിനും ശ്വാസനാളത്തിനുമാണ് പ്രധാനമായും ഇത്തരത്തിൽ പൊള്ളലേറ്റിട്ടുള്ളത്. മാത്രമല്ല, വിഷപ്പുക ശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചു വെച്ചത്. പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാം മറ്റു ഡോക്ടർമാരുമായി പരിശോധനകൾ നടത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർ എന്തായാലും പറഞ്ഞിട്ടുള്ളത്. AJ ആശുപത്രി ഈ പൊള്ളൽ ചികിത്സാ രംഗത്ത് നൂതനമായ ചികിത്സാ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കേരള പുറംകടലിലുണ്ടായ അപകടത്തിൽ ഇവരെ മംഗലാപുരത്തേക്ക് എത്തിച്ചതും. മാത്രമല്ല, ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായത്. ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഡോക്ടർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. വൃന്ദ. ശരി ജോസഫ്, ഇപ്പോൾ ഡോക്ടർമാരുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. Out of 6, 2 are critically burned. One is 40%, another one is 30%. 40% one is a 47-year male. He is a Chinese national, he is an engineer. And he mainly sustains burns in the face, upper limb and lower limb. They both have airway burns, that is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have a deep burns. So they will probably require some surgical procedure later. Right now they are stable. They are conscious, they are able to speak, and they are able to take some liquids also, and their vitals are okay. But they are intensely monitored in the ICU. Both are on oxygen support right now, so we have to continue and then cease. ജോസഫ്, ഈ കേരള തീരത്ത് ചരക്കു കപ്പൽ തീപിടിച്ച് പരിക്കേറ്റ 6 പേരിൽ 2 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നുവെന്നാണ് ഡോക്ടർ ദിനേശ് കദം പറയുന്നത്. ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഇരുവരും മരുന്നുകളോട് പ്രതികരിച്ചു. ബാക്കി 4 പേരുടെയും നില തൃപ്തികരമാണ് എന്നും ഡോക്ടർ ദിനേശ് കദം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അപകടമുണ്ടാകാനുള്ള ഒരു സാധ്യത എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ജീവനക്കാരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടോ? അത്തരത്തിൽ ഇവരുടെ ഒരു പ്രതികരണം, ഇവർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ അപകടത്തിന് കാരണമായ സാധ്യതകളെ കുറിച്ച് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുന്നുണ്ടോ?
വൃന്ദ, ഈ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് ഈ പൊള്ളലേറ്റ ആളുകളോട് ഡോക്ടർ ചോദിച്ചറിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങളുടെ ഒരു സാന്നിധ്യം ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഡോക്ടർ ചോദിച്ചത് ഇത് വെള്ളത്തിൽ നിങ്ങൾ ചാടിയിരുന്നു, അവിടെ നിന്നാണോ നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ആശുപത്രിയിലുള്ള ആരും തന്നെ ഈ വെള്ളത്തിൽ ചാടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങൾ വിഷവാതകം ശ്വസിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർമാർ ചോദിച്ചറിഞ്ഞത്. ഈ അപകടത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഡോക്ടർ കടന്നിട്ടില്ല. ചികിത്സ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ രോഗിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഡോക്ടർ പങ്കുവച്ചത്. എന്തായാലും ഇവർക്ക്, അതായത് ഇന്തോനേഷ്യൻ പൗരന് 30%, ചൈനീസ് പൗരന് 40% പൊള്ളലേറ്റുണ്ട്. ഈ ചൂട് വായു അത് ശ്വാസനാളത്തിലേക്ക് കയറിയത് കൊണ്ട് ഈ ശ്വാസനാളത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൈ, മുഖത്ത്, അതായത് ഈ പ്രധാനമായും ഈ ചൈനീസ് പൗരന്റെ മുഖത്താണ് പൊള്ളലേറ്റിരിക്കുന്നത്. അതുപോലെ നെഞ്ചിന്റെ ഭാഗത്തുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അപ്പോൾ ഈ 40% പൊള്ളലാണ് ഈ ചൈനീസ് പൗരന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു 7 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇയാളുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഈ പൊള്ളലേറ്റിട്ടുള്ള അപകടങ്ങൾക്ക് പലപ്പോഴും അങ്ങനെയാണ്. ഈ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ ആരോഗ്യം വഷളാവാനും ഇൻഫെക്ഷൻ ആവാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇവർ സംസാരിച്ചു തുടങ്ങി, വെള്ളം കുടിച്ചു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. ബാക്കിയുള്ള ആളുകളുടെ നില അത്ര ഗുരുതരമല്ല. കൈകാലുകൾക്ക് പൊള്ളലേറ്റിട്ടുള്ള ആളെ ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ബാക്കി 3 പേരെ ഇപ്പോൾ വാർഡിലേക്ക് തന്നെ മാറ്റുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇന്നലെ അവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ നടന്ന് ഈ ആശുപത്രിയിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർക്ക് നിസ്സാര പരിക്കുകളാണ് ഉള്ളത് എങ്കിൽ പോലും ഈ പരിക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ബാക്കി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. വൃന്ദ, ശരി. അപകടത്തിൽ പരിക്കേറ്റ കപ്പലിലെ ജീവനക്കാരെ എത്തിച്ച മംഗളൂരുവിലെ MG ആശുപത്രിയിൽ നിന്നാണ് ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. ബിന, കേരളത്തിന്റെ പുറംകടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ ഇപ്പോഴും ഈ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇതിലെ തീ അണയ്ക്കാനുള്ള ശ്രമം എത്രത്തോളം വിജയകരമായിട്ടുണ്ട്? ഈ തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ കടുത്ത പുകയും തീയും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? ഒപ്പം ഈ 4 പേർക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വൃന്ദ, നിലവിൽ കപ്പലിൽ ഇപ്പോഴും തീപിടുത്തം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കൂടാതെ തീ ആളിക്കത്തുകയാണ്. നേരത്തേതിനേക്കാളും കൂടുതലായി ഇപ്പോഴും തീ വലിയ രീതിയിൽ കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൂടാതെ ഇവയും വലിയ തോതിലുള്ള ഈ തീ ആളിക്കത്തുന്നതും ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഇപ്പോ കണ്ടെയ്നറുകൾ, ഇതിലുണ്ടായിരുന്ന മറ്റ് കണ്ടെയ്നറുകളെല്ലാം തന്നെ കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഇത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും നേവി നോക്കി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് ഒരിക്കൽ പോലും തടയാനൊരു സാധ്യത കാണുന്നില്ല എന്നുള്ളതും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ തീ ആളിക്കത്തുന്നത്. കൂടാതെ ഈ കപ്പലിലെ പ്രൊപ്പല്ലറിലേക്ക് കണ്ടെയ്നർ എത്താതിരിക്കാനുള്ള ഒരു ശ്രമവും നേവി നടത്തി വരുന്നുണ്ട്. കാരണം ഈ പ്രൊപ്പല്ലറിലേക്ക് ഒരു പക്ഷേ ഈ കണ്ടെയ്നറിന്റെ ചൂട് തട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെ അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനം തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതും നേരത്തെ നേവിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 5 കപ്പലുകൾ മാത്രമാണ് ഈ കടലിൽ തുടരുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി, അതായത് ഈ തീ അണയ്ക്കുന്നതിനായി 2 കപ്പലുകളാണ്, നേവിയുടെ 2 കപ്പലുകളാണ് നിലവിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മറ്റ് 2 കപ്പലുകൾ കൂടി ഈ കടലിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം.
കൂടാതെ ഈ കണ്ടെയ്നറുകൾ വീണ കണ്ടെയ്നറുകൾ ഒരു പക്ഷേ തൃശ്ശൂരിലോ കൊച്ചി തീരത്തേക്കോ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ നിലവിൽ ഈ ഒരു കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കരയിലേക്ക് എത്താതിരിക്കാനും അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു നിയന്ത്രണങ്ങളും നേവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഈ കണ്ടെയ്നറുകൾ തീരത്ത് എത്തിക്കുന്നതിനുള്ള ടഗുകളെ വിന്യസിച്ച് തടഞ്ഞു നിർത്താനാണ് ഈ കപ്പൽ കമ്പനികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ടഗുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ കണ്ടെയ്നറുകൾ കരയിലേക്കോ, അല്ലെങ്കിൽ രണ്ട് സാധ്യതയാണുള്ളത്. അതായത് ഒന്നല്ലെങ്കിൽ കരയിലേക്കോ അല്ലെങ്കിൽ ഈ ഉൾക്കടലിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ട് എത്തിക്കാനായിരിക്കും ഒരു പക്ഷേ നേവിയുടെ ശ്രമം നടക്കുക. നിലവിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കപ്പലിൽ വലിയ രീതിയിലുള്ള തീ കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ഇത് അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നേവിയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കൂടാതെ നേരത്തെ കാണാതായ 4 ആളുകൾക്കായിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. വൃന്ദ, രബിന തുടരുക. ഇപ്പോൾ ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, ഈ കപ്പൽ ഇപ്പോഴും കപ്പലിലുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഈ 4 പേർക്കായിട്ടുള്ള തിരച്ചിലും ഇതോടൊപ്പം തന്നെ തുടരുന്നുണ്ട്. രൂക്ഷമായിട്ടുള്ള പുക ഉയരുന്നതും തീ പടരുന്നതും അടക്കം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി കപ്പലിനെ തിരികെ എത്തിക്കുക എന്നുള്ള കാര്യം അസാധ്യമായിട്ടുള്ള രീതിയിലേക്ക് അടക്കം തന്നെ ഈ തീപിടുത്തം വ്യാപിച്ചതോടുകൂടി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് 157 കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. കപ്പൽ ഇതുവരെ മുങ്ങിയിട്ടില്ല, ആരുടെയും നിയന്ത്രണത്തിലുമല്ല. ഇത് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ 2 കാര്യങ്ങൾക്കാണ് കോസ്റ്റ് ഗാർഡ് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കപ്പലിൽ നിന്നും പരമാവധി പൊട്ടിത്തെറി ഒഴിവാക്കുക. ഒപ്പം ഈ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പൽ കൂടുതൽ ദൂരത്തിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒഴുകി മാറാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. ഈ 2 കാര്യങ്ങൾക്കാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയിൽ 2 കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള നോസിലുകളിൽ നിന്നും വെള്ളം ഈ കപ്പലിലേക്ക് ചീറ്റിയിരുന്നു. അങ്ങനെ വെള്ളം ചീറ്റി ഇതിൽ തീ അണയ്ക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അത് അവർ ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം കൂടുതൽ അടുത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. കപ്പൽ ഓടി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ കപ്പൽ ആ സ്ഥലത്ത് ഒരു നങ്കൂരമിട്ട നിലയിൽ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. സ്റ്റേബിൾ കണ്ടീഷനിലാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് നേവി ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം. രണ്ടാമത്തേത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അകത്തുനിന്നാണ് തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാഹ്യമായി ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ചില കണ്ടെയ്നറുകൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തീയോടുകൂടി പൊട്ടിത്തെറിച്ച് ജലപ്പരപ്പിലേക്ക് വീണിരുന്നു, അല്ലെങ്കിൽ കടലിൻ്റെ മുകളിലേക്ക് വീണിരുന്നു. അത് കത്തി അതിലെ ഇരുമ്പ് ഭാഗങ്ങൾ കടലിൽ പല സ്ഥലങ്ങളിലായി ഒഴുകി നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും മറ്റേ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയൊക്കെ കപ്പലിന് മുന്നോട്ട് പോക്കിനെ വലിയ തരത്തിൽ ബാധിക്കുന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് കോസ്റ്റ് ഗാർഡും നേവിയും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് ലഭ്യമാകണമെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് പോയ 2 ഡോണിയർ വിമാനങ്ങളുണ്ട്. അത് തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് എത്തിയാൽ മാത്രമേ കൂടുതൽ ആകാശ ദൃശ്യങ്ങളും ആകാശത്ത് നിന്നുള്ള നിരീക്ഷണങ്ങളും നടത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലത്തേക്കാൾ കൂടുതൽ സ്ഥിതിഗതികൾ വഷളായിരിക്കുന്നു എന്നാണ് നേവിയിലെ ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന വിവരം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കപ്പലിനകത്ത് ഉള്ളിലുള്ള വസ്തുക്കൾ, അത് രാസവസ്തുക്കൾ ഒക്കെ തന്നെയാണ്. അവ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊരു വിവരം ഈ കപ്പലിൻ്റെ മദർ കമ്പനി ഇതുവരെയായും കൈമാറിയിട്ടില്ല എന്നൊരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ആ വിവരങ്ങൾ കൂടി ലഭ്യമായി കഴിയുമ്പോഴേക്കും ഇവരുടെ ഈ തീയണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത്തരത്തിൽ ഈ രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ അവ സൂക്ഷിച്ചിരിക്കുക എന്നുള്ളൊരു വിവരം കൂടി ലഭ്യമായാൽ ഇവർക്ക്
അത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അവർക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള തീ കപ്പലിൽ പടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ കുറച്ചുകൂടി അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അത് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അത്തരത്തിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ നേട്ടമായി കണക്കാക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനേക്കാൾ വലിയ മറ്റൊരു കാര്യം, ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കാണാതായിരിക്കുന്ന 4 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമമാണ്. ഇവർ ഏതെങ്കിലും ഒരു ലൈഫ് ബോട്ടിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ കടലിൽ രക്ഷപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. അതോ ഇനി തീ അണയ്ക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും അപായങ്ങൾ സംഭവിച്ചോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. കാരണം ഇവർ കപ്പലിലെ അണ്ടർ ഡക്ക് ഭാഗത്ത് ജോലി ചെയ്ത ആളുകളാണ് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതുൽ പിള്ള നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അതുൽ പിള്ള, നിലവിൽ ഈ പുറംകടലിൽ തീ പിടിച്ച ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് എന്തൊക്കെയാണ് ഈ രക്ഷാദൗത്യത്തിന് വിനയായിരിക്കുന്നത്? രാവിലത്തെ ഒരു ഏരിയൽ സർവേ കിട്ടിക്കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവിടെ ഫയറും എക്സ്പ്ലോഷനും കണ്ടിന്യൂ. ഷിപ്പ് ഇപ്പോൾ ഒരു 15 ഡിഗ്രി ടിൽറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ സ്റ്റേബിൾ ആയിരുന്നു. ഇപ്പം ഒരു 15 ഡിഗ്രീസ് ടിൽറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട്, അത് പോർട്ട് എന്ന് പറയാം നമ്മൾ, പോർട്ട് സൈഡിലോട്ട് ടിൽറ്റ് ആയിട്ടുണ്ട് 15 ഡിഗ്രീസ്. കുറെ പിന്നെ കണ്ടെയ്നേഴ്സിന് വെള്ളത്തിൽ കാണാം ഷിപ്സിനൊക്കെ. സാഗർ പ്രഹരിയും സമുദ്ര പ്രഹരിയും സച്ചേത്തും ഫയർ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സമർത്ഥ് എന്ന് പറഞ്ഞ ഷിപ്പ് അവിടോട്ട് ഈ സാൽവേജ് മാസ്റ്റേഴ്സിനെ കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരെയും കൊണ്ട് ആ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാക്കി സൂറത്ത് എന്ന് പറഞ്ഞ നേവിയുടെ ഷിപ്പ് ഇപ്പൊ രാവിലെ ഫുൾ സ്പീഡ് ഇന്നലെ ക്രൂനെ ഡിസംബാർക്ക് ചെയ്തിട്ട് തിരിച്ച് ഏരിയയിലോട്ട് വരും. എന്നിട്ട് സത്ലജ് എന്ന് പറഞ്ഞ ഷിപ്പിനെ റിലീവ് ചെയ്യും. ഈ 22 ജീവനക്കാരിൽ 18 പേരെയും രക്ഷപ്പെടുത്തി MJ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 4 ജീവനക്കാർക്കായിട്ടുള്ള തിരച്ചിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം, ഇവരെ കണ്ടെത്തുന്നതിനുള്ള ഈ ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ 4 പേർക്കുള്ള സെർച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 18 പേരെ നമ്മൾ ഏജൻസ്, ഷിപ്പിംഗ് ഏജൻസ് ശ്രീ അതുൽ പിള്ള, അതോടൊപ്പം തന്നെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്ക പടരുന്ന ഒരു സാഹചര്യമാണ്. വിഷമയമുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലിലൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഈ ജനങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ആശങ്ക പടരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ കണ്ടെയ്നേഴ്സിനകത്തും അതിനകത്തുള്ള മെറ്റീരിയൽസിനെ പറ്റി എനിക്ക് ഇല്ല. അത് അതിനുള്ള കൺസേൺ ഏജൻസീസ് എന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻസിനെ പറ്റിയുള്ള ബ്രീഫേ ഉള്ളൂ. കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്റെ അടുത്തില്ല. നിലവിൽ കൊളംബോ തീരത്ത് നിന്ന് മുംബൈ തീരത്ത് എത്തേണ്ട കപ്പലാണ് നിലവിൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഈ കപ്പലിന്റെ സ്ഥിതി എന്താണ്? പൂർണ്ണമായും കത്തുന്ന ഒരു സാഹചര്യം ഇന്നലെ അടക്കം നമ്മൾ കണ്ടതായിരുന്നു. നിലവിലെ ഈ ഒരു സ്ഥിതി എന്താണ്? കപ്പലിന്റെ മുങ്ങാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ. ആസ് ഓഫ് നൗ ഷിപ്പ് 10 ഡിഗ്രി ടിൽറ്റഡ്, ഇപ്പോൾ ഫ്ലോട്ടിംഗ് കണ്ടീഷനില്. നമുക്ക് നോക്കണം മുമ്പോട്ട് ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഇന്നലെ ഈ പുറം കടലിലേക്ക് കൂടുതൽ ദൂരത്തേക്ക് എത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരാനായിട്ടുണ്ടോ? നേവി ഉദ്യോഗസ്ഥൻ ശ്രീ അതുൽ പിള്ളയാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇതിനടക്കം ഈ കപ്പൽ തീപിടിച്ചത് മുതൽ തന്നെ വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. പ്രത്യേകിച്ച് കേരള തീരത്ത് ഇത് തുടർച്ചയായ 2ാമത്തെ അപകടമാണ് ഉണ്ടാകുന്നത്. നേരത്തെ കൊച്ചിക്ക് സമീപമുണ്ടായ കപ്പൽ ദുരന്തം, അതുണ്ടാക്കിയ ആഘാതം, ഇതെല്ലാം തന്നെ ഇതിൽ നിന്നും കര കയറുന്നതിനിടെയാണ് 2ാമതൊരു അപകടം കൂടി ഉണ്ടായത്. അന്ന് ആ
കണ്ടെയ്നർ മറിഞ്ഞ സമയത്ത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതിനിടെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടത്തിൽ ഇതേ അവസ്ഥയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ജനങ്ങളുള്ളത്. മത്സ്യത്തൊഴിലാളികളടക്കം തന്നെ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ യെല്ലോ അലേർട്ട് എല്ലാം നൽകുന്ന ഓറഞ്ച് അലേർട്ടിലേക്കെല്ലാം കടക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ വെല്ലുവിളിയാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ജനങ്ങളിലും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ കടലിൽ കപ്പൽ കൂടുതൽ മുങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ അപകടകരമാവുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. തീർച്ചയായും ഇതിനകത്തൊരു ആശങ്കയുടെ കാര്യം നമ്മൾ പറയേണ്ടത്, നേരത്തെ അതുൽ പിള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇതിൽ ഈ കണ്ടെയ്നറുകളിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഈ കപ്പലിൻ്റെ മദർ കമ്പനി ഇതുവരെയായും വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്തേണ്ടത് കസ്റ്റംസ് അധികൃതരോടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഏജൻസികളുമായിട്ടാണ്. അവരിതുവരെയായും എന്തൊക്കെ വസ്തുക്കളാണ്, ഏതൊക്കെ രാസവസ്തുക്കളാണ് ഇതിനകത്തുള്ളിൽ ഉള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ വരാത്തതാണ് ഈ തീരങ്ങളിലുള്ളവർക്കും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് കപ്പലിൽ സഞ്ചരിക്കുന്നവർക്കും ഒക്കെ ഒരു ആശങ്കയായി തുടരുന്നത്. ആ ആശങ്ക മാറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ കപ്പൽ കമ്പനിക്കാണ്. ഒപ്പം ഈ കമ്പനിയിൽ കപ്പൽ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷിപ്പിംഗ് ഏജൻറ്റുമാരുണ്ട്. അവരാണ് ഈ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് എന്നുള്ള വിവരം ലഭിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ അത് നൽകേണ്ടതും നമ്മുടെ കസ്റ്റംസ് വിഭാഗമാണ്. അവരത്തരത്തിൽ കുറിപ്പുകളോ രേഖകളോ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. സ്വാഭാവികമായും അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ പൊതുജനങ്ങളുടെ അറിവിലേക്കോ അല്ലെങ്കിൽ തന്നെ മറ്റ് ഏജൻസികൾക്കോ നൽകാറില്ല. അവരത് കൃത്യമായി നൽകുന്നത് അതത് സർക്കാരുകൾക്കും ഒപ്പം അവിടെയുള്ള മറ്റ് ഏജൻസികൾക്കുമായിരിക്കും. അത്തരത്തിലൊരു വിവരം ഇതുവരെയായും നമ്മുടെ സർക്കാരിനും ലഭ്യമായിട്ടില്ല. എന്തായാലും എക്സ്പ്ലോസീവ്സ്, അതായത് സ്ഫോടനത്തിന് അല്ലെങ്കിൽ സ്ഫോടനം നടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ഫോടനം എപ്പോഴും ഉണ്ടാകുന്ന തരത്തിലുള്ള പൊട്ടിത്തെറി സാധ്യതയുള്ള വസ്തുക്കൾ അതിനകത്തുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് കോസ്റ്റ് ഗാർഡിനും ഒപ്പം നേവിക്കും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ സൂക്ഷ്മതയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതും. നേരത്തെ അതുൽ പിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പൽ ഇടത് ഭാഗത്തേക്ക് ഏകദേശം 15 ഡിഗ്രിയോളം ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അവസാനമായി നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ഇതൊരു ഫ്ലോട്ടിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പോലും അല്പം ഒന്ന് ചരിഞ്ഞ് ഒരു 15 ഡിഗ്രിയിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. കാരണം അതിന് കൂടുതൽ ചരിയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും ഈ നമ്മുടെ കടൽപ്പരപ്പിലേക്ക് വീഴും. ഒപ്പം ഈ എക്സ്പ്ലോസീവായിട്ട് ബാക്കിയുള്ള എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ കണ്ടെയ്നറുകളുമായിട്ട് ഇത് വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാസവസ്തുക്കൾ വെള്ളത്തിൽ കലർന്നാൽ പിന്നീട് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം അനിവാര്യമായി വരും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കൂടുതൽ കപ്പലുകൾ അവിടെ എത്തിയിട്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അവസാനം പുറത്തു വരുന്നത്. കാരണം കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ ഈ ഡോണിയർ വിമാനങ്ങൾ, അവിടെ പോയിരിക്കുന്ന ഡോണിയർ വിമാനങ്ങൾ തിരിച്ച് എത്തണം. അല്ലാത്ത പക്ഷം നമുക്ക് മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയില്ല. ഒപ്പം മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ കപ്പൽ ചാല് വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും മറ്റ് യാനങ്ങൾക്കുമൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇരുമ്പ് പാളികൾ, അതായത് കണ്ടെയ്നറുകളുടെ ഇരുമ്പ് പാളികളും ലോഹത്തകിടുകളൊക്കെ ആ ഭാഗത്തൂടെ ഒഴുകി നടക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നവർ വളരെ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഈ ഇരുമ്പ് പാളികൾ ഏതെങ്കിലും കാരണവശാൽ പ്രൊപ്പല്ലറുകളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള മറ്റൊരു അപകടത്തിലേക്ക് വഴിവെക്കും. ഈ പ്രതിസന്ധി തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോസ്റ്റ് ഗാർഡിനും നേവിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ മേഖലയിലേക്ക് അവരുടെ കപ്പലുകൾ അടുപ്പിക്കുന്നത്. എന്തായാലും തീയണയ്ക്കൽ പ്രക്രിയ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ അത് കാര്യക്ഷമമായും അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചെയ്യാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം കൂടുതൽ അടുത്തേക്ക് ഈ കപ്പലുകൾക്ക് എത്താൻ കഴിയത്തില്ല. കാരണം എപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നൊരു സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് പുതിയ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ സംഘം ഇനി എത്താൻ പോകുന്നത് ഫയർ ഫൈറ്റേഴ്സ്, അതായത് തീയണയ്ക്കുക എന്നതിൽ കൂടുതൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ കപ്പലിൽ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടി എത്തിയതിന് ശേഷം സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് കൂടുതൽ നീക്കങ്ങൾ നടത്തും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. വൃന്ദ. ബിനോയ്, ഈ കപ്പൽ ഒരു ചരിവുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഏറ്റവും പുതുതായി ലഭിച്ച ദൃശ്യങ്ങളാണ്. കപ്പലിൽ കണ്ടെയ്നറുകൾ കത്തുന്ന കടുത്ത പുക ആകെ
പറക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനും ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. നിലവിൽ വലിയ രീതിയിൽ പുക ഉയരുന്നതും ഈ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കപ്പലിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമമെല്ലാം തന്നെ ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. കേരളത്തിന്റെ പുറം കടലിൽ തീപിടിച്ച കപ്പലിന്റെ അപകടകരമായ വസ്തുക്കളുടെ കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടു തുടങ്ങിയ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. 157 കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകാരിയായ ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പരിസ്ഥിതി മലിനീകരണം, സമുദ്ര മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പഠനം വേണ്ടിവരും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ കപ്പലിന് ഒരു ചരിവുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ടെയ്നറിന്റെ ഏകദേശം പകുതിയോളം ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തീ വിഴുങ്ങിയ ഒരു നിലയിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ അർദ്ധരാത്രിയിലടക്കം തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങളെല്ലാം തന്നെ രക്ഷകർ കണ്ടതാണ്. കപ്പലിൽ നിന്ന് തീയും പുകയും ഇപ്പോഴും ഉയരുന്നൊരു സാഹചര്യമാണ്. ഇത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ വെല്ലുവിളി ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. തീപിടിക്കുന്നതും വെള്ളവുമായി കലർന്നാൽ അപകടകരമാകുന്ന രാസവസ്തുക്കൾ കപ്പലിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. കപ്പൽ അപകടത്തിൽ പൊള്ളലേറ്റ് മംഗലാപുരത്തെ ആശുപത്രിയിലുള്ള 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നേവിയും കോസ്റ്റ് ഗാർഡും നടത്തിയ മിന്നൽ നീക്കങ്ങളിലാണിത് ഈ അപകടത്തിന്റെ ആഘാതം കുറച്ചത് എന്ന് വേണം തന്നെ പറയാൻ. 3 ആഴ്ചക്കിടെ 2 വൻ കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായതോടെ ഏകദേശം കേരള തീരം നേരിടുന്നത് സമാനതകളില്ലാത്ത പാരിസ്ഥിതിക ഭീഷണിയാണ് എന്നുള്ള വിവരങ്ങളടക്കം തന്നെ പുറത്തു വരുന്നുണ്ട്. പിന്നെ തുടരുക, ഇപ്പോൾ കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇപ്പോഴും നിലവിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ തീ കത്തുന്നതിനനുസരിച്ച് ഈ കപ്പൽ ഒരു ഭാഗത്തേക്ക് ഇടതുവശത്തേക്ക് ചെരിയുന്നുമുണ്ട്. ഈ ചെരിയുന്ന ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ കപ്പലിന്റെ ഡെക്കുകളിൽ നിന്നും ഉഗ്രൻ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കൂടാതെ മറ്റ് കണ്ടെയ്നർ ഒരു സാഹചര്യം, കാരണം വീണ്ടും ഈ കണ്ടെയ്നറുകൾ ഒരു പക്ഷേ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വീണ്ടും ദുഷ്കരമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി. വിനോയ്, ഇപ്പോൾ ഈ കപ്പൽ ചരിയുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കപ്പലിൽ തീയും പുകയും ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ വെല്ലുവിളിയാകുന്നതും ഇത്തരത്തിൽ പുക, വലിയ രീതിയിൽ കറുത്ത പുക പടരുന്നതും ഒപ്പം തന്നെ ഈ തീ ആളിക്കത്തുന്നതും തന്നെയാണ്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയായി തന്നെ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ ഈ മാർഗം പോകുന്ന മറ്റ് കപ്പലുകൾക്കടക്കം തന്നെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ മറ്റ് കപ്പലുകൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലേ? ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ എന്തൊക്കെയാണ് സജ്ജമായിരിക്കുന്നത്? വൃന്ദ, ഈ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള പുകപടലങ്ങളാണ് ഇപ്പോൾ ഈ കടൽപ്പരപ്പിലെല്ലാം തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ കപ്പലിലുണ്ടായിരിക്കുന്ന രാസവസ്തുക്കളുടെ കാഠിന്യം, അല്ലെങ്കിൽ അവ അത്രയധികം ദോഷകാരികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ റോഡ് മാർഗമോ റെയിൽ മാർഗമോ കൊണ്ടുപോകാൻ കഴിയാത്ത രാസവസ്തുക്കൾ ഈ കണ്ടെയ്നറുകൾ ഉണ്ടാകും എന്ന് ഇന്നലെ തന്നെ ചില വിദഗ്ധർ നമ്മളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചിരുന്നു. അത് ശരിവെക്കാൻ തരത്തിലാണ് ഈ കണ്ടെയ്നറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്
എന്നാണ് നേരത്തെ നേവിയുടെ PRO നമ്മളോട് വ്യക്തമാക്കിയത്. കാരണം ഈ കപ്പലിനടുത്തേക്ക് ചെന്നാൽ മാത്രമേ ഇതിനെ കൂടുതൽ വേഗത്തിൽ തീയണയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വളരെ ദൂരെ നിന്നും വെള്ളം കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളിലുള്ള നോസിലുകൾ വഴി വെള്ളം ആ കപ്പലിൻ്റെ സമീപത്തേക്ക് മഴ പെയ്യിക്കുന്നത് പോലെ വെള്ളം ചിതറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിൽ വെള്ളം ചിതറിക്കൊണ്ടിരുന്നാൽ തന്നെയും ഇപ്പോൾ തന്നെ ഏകദേശം 24 മണിക്കൂറിനോളം ആകുന്നു. തീപിടുത്തം കഴിഞ്ഞിട്ട് 25 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയധികം സമയമായിട്ടും ഒരു കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ. ഇത് സമുദ്രനിരപ്പിന് മുകളിൽ മാത്രമല്ല അടിത്തട്ടിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ ഉണ്ടായി തുടങ്ങിക്കാണാം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിൻ്റെ ഇന്ധന ടാങ്കിനോ മറ്റും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയധികം ചൂട് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഫയർ ഫൈറ്റേഴ്സും അടങ്ങുന്ന സംഘവുമായി ഇപ്പോൾ ആ ഭാഗത്തേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടി എത്തിയതിന് ശേഷം മാത്രമാണ് ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ വേഗത്തിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരമുണ്ട്. ഒരു പക്ഷേ ഈ കപ്പൽ ഇനി സമുദ്രത്തിലേക്ക് ചരിയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, ഗുരുതരമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിനകത്തേക്കുള്ള രാസവസ്തുക്കൾ, അതായത് വെള്ളവുമായി കലർന്നാൽ വളരെ വേഗത്തിൽ തീ പിടിക്കുന്നതും അമ്ലാംശമുള്ള തരത്തിലേക്ക് വെള്ളം മാറുന്നതുമായ ചില വസ്തുക്കളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പാരിസ്ഥിതികമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഈ കണ്ടെയ്നറുകളുടെ ഒഴുകിയെത്താനുള്ള സാധ്യത തെക്കോട്ടാണ്. അതായത് ജലത്തിൻ്റെ പ്രവാഹം കണക്കിലെടുക്കുമ്പോൾ അത് തെക്കോട്ടേക്കാണ് ഒഴുകേണ്ടത്. എറണാകുളം തുടങ്ങിയ മേഖല, കൊച്ചി തുടങ്ങിയ മേഖലകളിലേക്ക് ഒഴുകിയെത്താണ് അതിൻ്റെ സാധ്യത. ആ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ള ഒരു നീക്കം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ വെള്ളം ചീറ്റുന്നില്ല എങ്കിൽ പോലും ഇതിന് തീ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൃന്ദ. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.